യുക്രൈൻ്റെ പിന്നിൽ നാറ്റോയാണ്. ആ നാറ്റോയുടെ ശക്തിയിലാണ് റഷ്യ ഇപ്പോൾ യുക്രൈൻ അതിഭീകരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം റഷ്യ ഓർഷവിക് മിസൈലുകൾ അടക്കം പ്രയോഗിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ ചില്ലറയൊന്നുമല്ല അമേരിക്കയെയും നാറ്റോയെയും അസ്വസ്ഥതപ്പെടുത്തുന്നത്. കാരണം ആണവ പോർമുന റഷ്യ നിരത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന റിപ്പോർട്ട് നേരത്തെ തന്നെ വന്നതാണ്. ഇത് യുക്രൈനിൽ പ്രയോഗിക്കാനാണോ റഷ്യ തീരുമാനിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം യുക്രൈനിൽ പ്രയോഗിക്കാനല്ലെങ്കിൽ വേറെ ഏത് രാജ്യത്തിലേക്ക് അത് പ്രയോഗിക്കാനാണ് എന്നുള്ളൊരു ചോദ്യവുമായി ഒരു ഉപചോദ്യവും അതിൻ്റെ കൂടെ നിൽപ്പുണ്ട്. എന്തായാലും ഇപ്പോൾ റഷ്യയുടെ ക്രിമിയൻ പാലം യുക്രൈൻ തകർത്തു നാറ്റോയുടെ ശക്തിയോടുകൂടി. പോരാത്തതിന് റഷ്യയുടെ എയർബേസുകളിൽ ഡീപ്പായിട്ടുള്ള ഡ്രോൺ ആക്രമണം നടത്തി. ഇതിനു പിന്നാലെ റഷ്യയ്ക്ക് വലിയ പിന്തുണ കൊടുത്തിരിക്കുകയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരിയായിട്ടുള്ള കിം ജോങ് ഉൻ. ഉത്തര കൊറിയൻ ഭരണാധികാരിയായിട്ടുള്ള കിം ജോങ് ഉൻ ഇപ്പോൾ റഷ്യയോട് പറഞ്ഞിരിക്കുന്നത് എന്തിനും ഏതിനും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് തന്നെയാണ്. ഞങ്ങളുടെ പട്ടാളക്കാരെ വേണമെങ്കിൽ വിട്ടുതരാം, ഞങ്ങളുടെ പോർമുനകൾ നിങ്ങൾക്ക് വിട്ടുതരാം, ഞങ്ങളുടെ ടാങ്കുകൾ നിങ്ങൾക്ക് വിട്ടുതരാം, എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ കിം ജോങ് ഉൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ പട്ടാളക്കാർ നിങ്ങളുടെ രാജ്യത്തേക്ക് വരും എന്നുള്ള രീതിയിലുള്ള പ്രസ്താവനയാണ് കിം ജോങ് ഉൻ ഇറക്കിയിരിക്കുന്നത്. ഇത് ആദ്യമായിട്ടല്ല കിം ജോങ്ങിൻ്റെ പട്ടാളം അങ്ങോട്ടേക്ക് വീണ്ടും ചെല്ലുന്നത്. നേരത്തെ റഷ്യൻ പട്ടാളത്തിന് പകരം കിം ജോങ് ഉൻ അവരുടെ രാജ്യത്ത് നിന്നും കുറച്ച് പട്ടാളക്കാരെ റഷ്യയിലേക്ക് വിട്ടുകൊടുത്തിരുന്നു. അവരാണ് ഇപ്പോൾ യുക്രൈനുമായി ഒരു ഭാഗത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് തന്നെയായിരുന്നാലും ഇപ്പോൾ റഷ്യയ്ക്ക് സമ്പൂർണ്ണമായിട്ടുള്ള പിന്തുണ എല്ലാ തലത്തിലും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഉത്തര കൊറിയൻ ഭരണാധികാരിയായിട്ടുള്ള കിം ജോങ് ഉൻ. വിദഗ്ധരെല്ലാം പറയുന്നത്, അതായത് പ്രതിരോധ വിദഗ്ധരെല്ലാം പറയുന്നത് കിം ജോങ് ഉന്നും കൂടെ റഷ്യയുടെ കൂടെ യുദ്ധത്തിൽ അണിചേരാനുള്ള ഒരു നീക്കവും അണിയറയിൽ നടക്കുന്നുണ്ട് എന്നാണ്. പക്ഷേ ഇത് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.